എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ന്യൂ SCERT 6ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന ചാപ്റ്റർ പഠിക്കാം. ഇതിലാദ്യം തന്നെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. പുറത്തുപോയി മിസ്റ്റർ വോസനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം. പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം. എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു. അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ്. പിന്നെ എൻ്റെ സ്കൂളും പഠനവും. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു. ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റിയിൽ കുറിച്ചിട്ട വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ പേരാണ് കിറ്റി. അപ്പോൾ ഇവിടെ ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത്? സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യം, അവരുടെ സ്കൂള്, പഠനം, അവരുടെ രാജ്യം, അവരുടെ ഭാഷ, ഇതൊക്കെ സ്വതന്ത്രമായി ഉപയോഗിക്കാനും ജീവിക്കാനുമാണ് അവൾ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രവും ജനങ്ങളും. COVID-19 ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ. ജനങ്ങൾ നേടുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം പുതിയ സൗരോർജ്ജ നിലയങ്ങൾ എന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഭക്ഷ്യവില വർധന. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യം. റിപ്പബ്ലിക് ദിനാഘോഷം. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. രാജ്യത്തെ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കും. മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷിൽ ജനങ്ങൾക്ക് രാഷ്ട്രം നൽകുന്ന സേവനങ്ങളാണ്, അതായത് ഉറപ്പുവരുത്തുന്ന സേവനങ്ങളാണ് പറഞ്ഞത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. അതുപോലെ അവരുടെ ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുന്നു. പിന്നെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയമായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് രാഷ്ട്രമാണ്. എന്താണ് രാഷ്ട്രം? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെ. അടുത്ത ബോക്സിൽ നോക്കാം. രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. രാഷ്ട്രത്തെക്കുറിച്ച് പഠനത്തിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം നഗരരാഷ്ട്രങ്ങൾ. ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാണ്. രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് പൊളിറ്റിക്സ്. അപ്പോൾ എന്താണ് രാഷ്ട്രതന്ത്രശാസ്ത്രം? രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ഇതിന് ആരംഭം കുറിച്ചത് എവിടെയാണ്? പുരാതന ഗ്രീസിലാണ്. ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം നഗരരാഷ്ട്രങ്ങളായിരുന്നു. ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ്, പ്ലേറ്റോ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. ഇനി അരിസ്റ്റോട്ടിലിൻ്റെ പുസ്തകമാണ് പൊളിറ്റിക്സ്. അദ്ദേഹമാണ് രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് സ്റ്റേറ്റ്. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു. സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനികമായ അർത്ഥത്തിൽ ഉപയോഗിച്ചത് ഇറ്റാലിയൻ തത്വചിന്തകൻ നിക്കോളോ മാക്കിയവെല്ലിയാണ്. ജർമ്മനിയിലെ പുരാതന ഗോത്രവിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന പദം ഉണ്ടായത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ആരാണ്? നിക്കോളോ മാക്കിയവെല്ലിയാണ്. അതായത് പോളിസ്, സിവിറ്റാസ് എന്നീ വാക്കുകൾ പ്രാചീന ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. അടുത്തതായി
രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഓരോന്ന് ഇനി നമുക്ക് വിശദമായി പഠിക്കാം. ആദ്യം ജനസംഖ്യ. ഒരു വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റ് സൗകര്യങ്ങളോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടാകണം. എല്ലാവരും ഒത്തൊരുമയോടെ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാലയം എന്ന ആശയം പൂർണ്ണമാകുന്നത്. ഇതുപോലെ തന്നെയാണ് രാഷ്ട്രവും. ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മതവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം. പരസ്പരാശ്രയത്വം, പൊതു താൽപര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത്. ഇവിടെ താഴെ ബോക്സിൽ ഒരു വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയ രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ 1,00,000 എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതായത് ഒരു കൃത്യമായ ജനസംഖ്യ എത്രയാണെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മതവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം. അത് ശരിയാണ്. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. അത് ശരിയാണ്. ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അതായത് ജനങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം. അതുകൊണ്ട് തന്നെ ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ഇവിടെ 2011 രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാനിൻ്റെ ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത്? ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതണം. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ഇവിടെയൊക്കെ എന്താണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമായിരുന്നു ദക്ഷിണ സുഡാൻ. ഇത് രൂപീകരിക്കപ്പെട്ടത് 2011 ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങളാണ് വടക്ക് സുഡാൻ, തെക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെനിയ, കിഴക്ക് എത്യോപ്യ, പടിഞ്ഞാറ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്. ഇനി രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ കര, ജല, വായു, തീരദേശ മേഖലകൾ അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. അടുത്തത് ഗവൺമെൻറ്. ഇവിടെ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. COVID-19 എല്ലാ കാർഡുകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെൻറ്. അതായത് COVID-19 സാഹചര്യത്തിൽ എല്ലാ കാർഡുടമകൾക്കും സൗജന്യ റേഷൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ചു സർക്കാർ. ഗവൺമെൻറ് ജാഗ്രത പാലിച്ചു. വിലക്കയറ്റം നിയന്ത്രണ വിധേയം. ദാഹനീർ ഗവൺമെൻറ്റിൻ്റെ പുതിയ കുടിവെള്ള വിതരണ പദ്ധതി. ഇവിടെ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ്, സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ്. ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക പ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല. അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ട് പോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ്. ഗവൺമെൻറ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനമാണ്. രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ്. ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവിടെ താഴെ ഉള്ള ചാർട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് പൂരിപ്പിക്കാം. ആദ്യം രാഷ്ട്രത്തിൻ്റെ പരമാധികാരവും ഐക്യവും കാത്തുസൂക്ഷിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നു. ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ ജനങ്ങളെയും വിഭവങ്ങളെയും ഏകോപിപ്പിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ ക്രമസമാധാനം, നിയമവാഴ്ച എന്നിവ നടപ്പിലാക്കുന്നു. റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നു. രാഷ്ട്രത്തിനു വേണ്ടി ചുമതലകൾ നിർവഹിക്കുന്നു. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. ഓരോ വാർത്തയിലും രാജ്യങ്ങൾ അവരുടെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം. എന്താണ് പരമാധികാരം? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ
തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം. രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണിത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിൻ്റെ ഭാഗമായാണ്. രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തുസൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെയാണ്. ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ഇനി അടുത്തതായി രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ. ഏതൊക്കെയാണ് സിദ്ധാന്തങ്ങളെന്ന് നോക്കാം. 1. ബലസിദ്ധാന്തം. 2. സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം. 3. സാമൂഹിക പരിണാമ സിദ്ധാന്തം. ആദ്യം ബലസിദ്ധാന്തം എന്താണെന്ന് നോക്കാം. ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത്. അതായത് ബലപ്രയോഗത്തിലൂടെ ശക്തർ അശക്തരെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചതെന്നാണ് ബലസിദ്ധാന്തത്തിൽ പറയുന്നത്. അടുത്തത് സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം. ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത്. അതായത് ഇവിടെ രാഷ്ട്ര രൂപീകരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളുടെ അടിസ്ഥാനത്തിലാണ്. അടുത്തത് സാമൂഹിക പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ആരും നിർമ്മിച്ചതല്ല, ദീർഘകാലത്തെ പരിണാമത്തിൻ്റെ ഫലമായാണ് രൂപീകരിക്കപ്പെട്ടത്. ഇവിടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് ദീർഘകാലമായ പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ്. അടുത്തത് ഗോത്രരാഷ്ട്രങ്ങളിൽ നിന്ന് ദേശരാഷ്ട്രങ്ങളിലേക്ക്. ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഗോത്രരാഷ്ട്രങ്ങൾ. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താൽപ്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്രരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. ഈ വിഭാഗം രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകളാണ് ഒരേ വർഗത്തിലുള്ള ജനനം, പൊതു താൽപ്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ. അടുത്തത് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരിക്കുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. നദീതീര സംസ്കാര കേന്ദ്രങ്ങളായ മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവ ഉദാഹരണങ്ങളാണ്. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത്. അടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളാണ്. ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. ഏഥൻസ്, സ്പാർട്ട എന്നിവ ഉദാഹരണങ്ങളാണ്. അടുത്തത് റോമൻ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയായിരുന്നു. അടുത്തത് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്ന് രൂപം കൊണ്ടവയാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. ഫ്യൂഡലിസമായിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത. ഇവിടെ രാജാവ്, പ്രഭുക്കന്മാർ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു. രാജാവിന് അധികാരം പരിമിതമായിരുന്നു. ഭരണാധികാരം പ്രഭുക്കന്മാർക്കായിരുന്നു. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. അടുത്തത് ദേശരാഷ്ട്രങ്ങൾ. യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത്. നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയ സാമൂഹ്യ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. വ്യാവസായിക വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയബോധം എന്നിവ ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ഇത്രയാണ് ഗോത്രരാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്കുള്ള, അതായത് ആധുനിക രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പുകൾ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഫ്യൂഡലിസം. പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെപ്പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹ്യ ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. അപ്പോൾ എന്താണ് ഫ്യൂഡലിസം? പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെപ്പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. അടുത്തത് നവോത്ഥാനം. 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാന രംഗത്തിലുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം.
എന്താണ് നവോത്ഥാനം? 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാന രംഗങ്ങളിലുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത. പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ്. ആരൊക്കെയാണ്? പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ്. അടുത്തതായി രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ള പരസ്പര ബന്ധം. രാഷ്ട്രഭരണ നിർവഹണം നടത്തുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ചുവടെ തന്നിരിക്കുന്ന ഈ പട്ടികയിൽ നമ്മൾ മുകളിൽ തന്നിരിക്കുന്ന ഏതാനും കാര്യങ്ങൾ, അതായത് രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ള താരതമ്യത്തിനുള്ളത് പട്ടികയിൽ ഉചിതമായി ക്രമീകരിക്കണം. രാഷ്ട്രം, ഗവൺമെൻറ്. അപ്പം രാഷ്ട്രത്തിൽ വരുന്നവയാണ് പരമാധികാരമുണ്ട്, വിശാലമായ സങ്കല്പമാണ്, എല്ലാ ജനങ്ങളും ഇതിലും ഉൾപ്പെടുന്നു, ഒരു സ്ഥിര സ്ഥാപനമാണ്. അടുത്തതായി ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന ഭാഗത്ത് വരുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഗവൺമെൻറ്. രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകമാണ്. പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തതായി ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. നിയമനിർമ്മാണ വിഭാഗം രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലകൾ. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ ഈ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. അടുത്തത് കാര്യനിർവഹണ വിഭാഗം. നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ്. അടുത്തത് നീതിന്യായ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഈ 3 വിഭാഗങ്ങളും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി താഴെ കുട്ടികൾക്കൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. രാഷ്ട്രസങ്കല്പനത്തിൻ്റെ ഉൽപ്പത്തിയും വികാസവുമാണ് നാം പരിചയപ്പെട്ടത്. പുരാതന ഗോത്ര ഭരണ സംവിധാനത്തിൽ തുടങ്ങി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രങ്ങൾ മാറിക്കഴിഞ്ഞു. സമത്വം, സ്വാതന്ത്ര്യം, പരമാധികാരം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ആധുനിക ദേശരാഷ്ട്രങ്ങൾ മനുഷ്യ പുരോഗതിയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്റർ. അപ്പോൾ എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.